ഹായ് ഗായ്സ്, നമുക്കിന്ന് വടാപ്പാവ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അതാവുമ്പോഴേക്കും നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. 2 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുറച്ച് കായപ്പൊടി. ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ലൂസായിട്ട് എടുക്കാം. ഇനി നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് മല്ലിയിലയും 4-5 പച്ചമുളകും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഇനി നന്നായി വെന്ത ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് കട്ടയില്ലാണ്ട് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വടാപ്പാവിൻ്റെ വടയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ചെറിയ ഒരു സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അതിവിടെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ അടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാല മണം മാറുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ കളറൊക്കെ നല്ല മഞ്ഞയാവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് റെഡിയാക്കി വയ്ക്കാം. ഇനി സിമ്പിളാണ് കാര്യം. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബോൾസ് മുക്കി ചൂടായ ഓയിലിൽ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഓയിലിൽ കിടക്കുന്ന ചെറിയ മുരിമുരികളില്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ബാറ്റർ ഞാനൊരു അരിപ്പക്കയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ആ ഓയിലിൽ തന്നെ ഞാനൊരു 5-6 വെളുത്തുള്ളിയും തൊലി കളയാണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ച ആ ബാറ്ററിൻ്റെ മുരിമുരിയും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചട്നി റെഡിയാവും. ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് സെർവ് ചെയ്യണത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബണ്ണെടുക്കാം. ഇവിടെ പാവ് കിട്ടില്ല, അതുകൊണ്ട് ബണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബണ്ണിൻ്റെ 2 സൈഡും ഗ്രീൻ ചട്നി തേച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ ചട്നിയും കുറച്ച് മുരിമുരിയും ആ വടയും കൂടി വെച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ